Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 ഒക്ടോബർ 20 മുതൽ 24 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയെക്കുറിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റോടുകൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ 6 ദിവസത്തെ പോസിറ്റീവ് ഇമ്പാക്റ്റിന് ശേഷം നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗ് സമീപനം സ്വീകരിച്ചതോടെ വിപണി ചെറിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലെ ശക്തമായ ഉയർച്ചയ്ക്ക് ശേഷം സെൻസസും നിഫ്റ്റിയും റെക്കോർഡ് ഉയരങ്ങളിലേക്ക് അടുത്ത് എത്തിയതോടെ ചില നിക്ഷേപകർ താൽക്കാലികമായ ലാഭം ഉറപ്പിക്കാൻ മുന്നോട്ട് വന്നു. സെൻസസ് 84,211 0.41% താഴ്ന്നപ്പോൾ നിഫ്റ്റി 50 0.37% ഇടിവ് രേഖപ്പെടുത്തി. ഈ ഒരാഴ്ച മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ടും ഏകദേശം 0.3% നേട്ടം നിലനിർത്തിയിട്ടുണ്ട്. ഇതോടെ തുടർച്ചയായ 4 ആഴ്ചയും വിപണി ഗ്രീൻ സോണിൽ അവസാനിച്ചുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് ഗ്ലോബൽ ട്രേഡ് ടെൻഷനുകൾ കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉത്സവകാല ആവശ്യം ശക്തമാകുന്നുള്ള വിശ്വാസവും വിപണിയെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അവസാന ദിവസങ്ങളിൽ US ഇന്ത്യ ട്രേഡ് ഡീൽ സംബന്ധിച്ച അനിശ്ചിത്വങ്ങളും ഗ്ലോബൽ ഇൻഡെക്സുകളിലെ ഡിഫറൻസും നിക്ഷേപകരെ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ ഈ ഒരാഴ്ച ചെറിയ തോതിലെങ്കിലും ഇടിഞ്ഞെങ്കിലും വിപണിയിലെ ലിക്വിഡിറ്റി ഇപ്പോഴും ശക്തമാണെന്ന് ഡേറ്റ സൂചിപ്പിക്കുന്നുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ ഏകദേശം 0.2% ഇടിവുണ്ടായപ്പോൾ നിക്ഷേപകർ ചെറിയ ലാഭം എടുക്കലിന് മുൻഗണന നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യാസ് വിക്സ് വളരെ താഴ്ന്ന നിലയിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വിപണിയിലെ ലോങ് ടേം പോസിറ്റീവ് സിഗ്നൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. വിദേശ നിക്ഷേപകർ ആഴ്ചയുടെ തുടക്കത്തിൽ സജീവമായ ബൈയിങ് നടത്തി. 342 കോടി രൂപയ്ക്കാണ് ബൈയിങ് നടത്തിയിട്ടുള്ളത്. DIS ആകട്ടെ തുടർച്ചയായി വിപണിയെ പിന്തുണച്ച് സ്റ്റഡി ഇൻഫ്ലോ നിലനിർത്തിയിട്ടുണ്ട്. 5,945 കോടി രൂപയ്ക്കാണ് ബൈയിങ് നടത്തിയിട്ടുള്ളത്. നെറ്റ് നോക്കുമ്പോൾ 6,287 കോടി രൂപയാണുള്ളത്. അതേസമയം രൂപ 87.82 സ്ഥിരത പുലർത്തി. ആഗോള കറൻസി ചാഞ്ചാട്ടങ്ങൾക്കിടയിലും സ്ഥിരത കാട്ടിയത് ശ്രദ്ധേയമായി. ഇതോടെ ഇന്ത്യൻ വിപണി താൽക്കാലിക ഇടിവിനിടയിലും ആത്മവിശ്വാസം നിലനിർത്താൻ കഴിയുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മൾ മറ്റു മേഖലകൾ നോക്കുമ്പോൾ മെറ്റൽ 1% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള കമ്മോഡിറ്റി വിലകൾ ഉയർന്നതും ചൈനീസ് ഉൽപാദന നിരക്ക് മെച്ചപ്പെട്ടതുമാണ് ഇതിന് പ്രധാന കാരണങ്ങളായി മാറിയത്. റിയൽ എസ്റ്റേറ്റ്, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലും ചെറുതായിട്ടെങ്കിലും വളർച്ചയുണ്ടായി. കാരണം അടിസ്ഥാന ആവശ്യങ്ങൾ സ്ഥിരത പുലർത്തുകയാണ്. പക്ഷേ മറുവശത്ത് പ്രൈവറ്റ് ബാങ്കുകൾ, IT, ഹെൽത്ത് കെയർ സെക്ടറുകളിൽ 0.5 മുതൽ 1% വരെ ഇടിവുണ്ടായിട്ടുണ്ട്. ഈ ഒരു ഇടിവിന് പ്രധാന കാരണമായി വന്നത് രണ്ടാം ക്വാർട്ടർ ഫലങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്നതും നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതുമാണ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 0.7% താഴ്ന്നു. ഇതിലൂടെ വിപണി ഇപ്പോഴും മേഖലകൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഈ ഒരാഴ്ച ശക്തമായ നീക്കങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $61.44 ക്ലോസ് ചെയ്തു. സപ്ലൈ കുറവിന്റെ ആശങ്കകളും മിഡിൽ സംഘർഷങ്ങളുമാണ് ഇതിലെ പിന്നിലെ കാരണമായി മാറിയത്. സ്വർണ്ണവില 10 ഗ്രാമിന് 1,22,077 എന്ന നിലയിലേക്ക് താഴ്ന്നെങ്കിലും ഇപ്പോഴും സുരക്ഷിത നിക്ഷേപമായി സ്വർണം മികവുറ്റ നിലയിൽ തുടരുകയാണ്. 10 വർഷ കാലാവധിയുള്ള ഇന്ത്യൻ സർക്കാർ ബോണ്ട് GSEC yield 6.54% ആയി കുറഞ്ഞു. സാമ്പത്തിക സ്ഥിരതയുടെ പ്രതിഫലനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോഴാകട്ടെ ഗ്ലോബൽ അനിശ്ചിതത്വങ്ങൾ നിലനിന്നിട്ടും ഇന്ത്യൻ മാർക്കറ്റ് സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്നുവെന്നാണ് പ്രധാനമായും ഈ ഇൻഡെക്സുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കുമ്പോൾ ഈ ഒരാഴ്ച മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. US വിപണിയിൽ ഡോ ജോൺസ് 0.70%, S&P 500 0.51% വീതം താഴ്ന്നു. പ്രധാനമായും പണപ്പെരുപ്പ ഡേറ്റയും മുൻപുള്ള സൂക്ഷ്മതയും ടെക് ഓഹരികളിലെ അനിശ്ചിത്വം ഇതിന് കാരണമായി മാറി. യൂറോപ്യൻ വിപണിയിൽ FTSE 100 ചെറുതായി ഉയർന്നപ്പോൾ ജർമ്മനിയിൽ ഡാക്സ് ചെറിയ തോതിൽ ഇടിവുണ്ടായി. ഏഷ്യൻ വിപണിയിൽ ജപ്പാൻ നിക്കായി 1.35% ഇടിഞ്ഞപ്പോൾ ഹാങ്സെങ് 0.72% ഉയർന്നു. ഷങ്കായ് കോമ്പോസിറ്റ് 0.22% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സ്ഡ് ഗ്ലോബൽ അവസ്ഥയിൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്കും സ്വർണത്തിലേക്കും തിരിയുന്ന പ്രവണതയും കാണാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ ഗ്ലോബൽ മാർക്കറ്റിൽ കോഷ്യസ് ഒപ്റ്റിമിസം എന്ന അവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ആഴ്ച വിപണി ചെറിയ ഇടിവോടെ അവസാനിച്ചെങ്കിലും മൊത്തത്തിലുള്ള പോസിറ്റീവ് മൂഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉത്സവകാല വിൽപ്പന, വിദേശ നിക്ഷേപങ്ങൾ, ആഭ്യന്തര ആവശ്യങ്ങൾ ഇവയെല്ലാം ചേർന്ന് വിപണിക്ക് കരുത്തു നൽകുന്നു. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ US പണപ്പെരുപ്പ ഡേറ്റയും ഫെഡിന്റെ തീരുമാനങ്ങളും വിപണിയെ സ്വാധീനിക്കും. അതോടൊപ്പം തന്നെ നിക്ഷേപകർ ഈ ഘട്ടത്തിൽ വളരെ പ്രതീക്ഷയോടെ മുന്നേറേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.